പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ 10 വർഷം എന്നതുപോലെ ഈ മൂന്നാം തവണയിലും നിങ്ങൾ ഡൽഹിയിൽ സംപൂജ്യരായിരിക്കുകയാണ്. ഇത്ര വലിയൊരു പതനം, ഒരു 15 വർഷത്തോളം ഈ ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിത് അവസാന മുഖ്യമന്ത്രിയായി ഡൽഹി ഭരിച്ചതിന് ശേഷം ഇത് മൂന്നാം തവണയും കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നു. ദി ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കോൺഗ്രസിന് ഇത്തവണയും 0 കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥ. എങ്ങനെയാണ് ഇത്ര വലിയ പതനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്? അവിടെ ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ, ഒരു കണക്കുകളുടെ കളിയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടാവും. കോൺഗ്രസ് അവിടെ ചിത്രത്തിൽ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ അർത്ഥം അവിടെ കോൺഗ്രസ് ഇല്ല എന്നുമല്ല. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് 45% വോട്ട് കിട്ടിയതില് ഒരു വലിയ ശതമാനം വോട്ട് കോൺഗ്രസിന്റേതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് തനിച്ച് അവിടെ 24% വോട്ടുണ്ട്. കോൺഗ്രസ് പരാജയപ്പെട്ടു, അത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. പക്ഷെ എന്തായിരുന്നു ആ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രാവശ്യത്തെ പ്രത്യേകത? കാരണം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും BJPയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗം വോട്ടുകളും കൂടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് നിഷേധിക്കുന്നില്ല. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ചെറിയ ശതമാനം വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ടാവും. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 2013 ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പില് നേർക്കുനേർ പോരാട്ടം എന്ന് പറയുന്നത് BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. ഈ 2013 തന്നെ നമുക്കറിയാം, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശക്തി വളരെ പെട്ടെന്ന് അവിടെ ഉദയം ചെയ്തു വന്നു. പ്രത്യേകിച്ചും ഡൽഹിയുടെ ഒരു മധ്യവർഗ സമൂഹത്തിന്റെ ഒരു വോട്ടിംഗ് പ്രതിഫലനവും അവരുടെ ജനകീയ അഭിലാഷങ്ങളും വികാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൽഹിയുടെ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം വരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും അവിടെ ഗലികളിലും അതുപോലെ ചേരികളിലും ഒക്കെ താമസിക്കുന്ന ഒരു വലിയ വോട്ട് പിന്തുണയോടുകൂടി അവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും അവിടുത്തെ അപ്പർ മിഡിൽ ക്ലാസ്സോ അല്ലെ അപ്പർ ക്ലാസ്സോ ഒരിക്കലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ഏറ്റവും താഴെയുള്ള സമൂഹത്തിലെ ജനവിഭാഗമായിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കോരി ചൊരിഞ്ഞുകൊണ്ട് BJPക്ക് ബദലായി അവിടെ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഡൽഹി തെരഞ്ഞെടുപ്പില് BJPയുടെ വിജയം എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പരാജയമാണ്. കാരണം ആം ആദ്മി പാർട്ടി ചോദിച്ചു മേടിച്ച പരാജയം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് AAP ആണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ സഖ്യമാകാം. ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ചില ആലോചനകൾ അവിടെ നടന്നിരുന്നു. കോൺഗ്രസ് AAPയുമായി ആപ്പുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു ഐക്യപ്പെടൽ അവിടെ ദേശീയ രാഷ്ട്രീയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അങ്ങനെ ഒരു കൂട്ടുകെട്ട് അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും 1, 2, 3 സീറ്റുകളിൽ ജയിക്കാമായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ? ഇവിടെ നീലിമി ആദ്യം പറഞ്ഞതുപോലെ ഡൽഹിക്ക് പുറത്ത് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഈ പഞ്ചാബിൽ പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പോലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ രണ്ടായിട്ടാണ് മത്സരിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഡൽഹിയില് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ചേർന്ന് മത്സരിച്ചത്. ഇവിടെ കൃത്യമായിട്ട് അറിയാം, ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അത് RSSന്റെ കൂടി പിന്തുണയോടുകൂടി അന്ന് അണ്ണാ ഹസാരെ ഈ മൂവ്മെന്റ് നയിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗമായിരുന്നു അരവിന്ദ് കേജ്രിവാൾ. കോൺഗ്രസിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയുടെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് അത് സഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും 2013 ആദ്യത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് ആണ് പിന്തുണച്ചത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഞങ്ങളുടെ വോട്ട് ബാങ്ക് കവർന്നെടുത്തോണ്ട് പോവുകയാണ് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും മൻമോഹൻ സിംഗിനെയും ഷീലാ ദീക്ഷിത്തിനെയും അതുപോലെ കടന്നാക്രമിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ അന്ന് അരവിന്ദ് കേജ്രിവാളിനെ പിന്തുണച്ചു. പക്ഷെ 46 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കൂടിയാലോചനയും ഇല്ലാതെ ഏകപക്ഷമായി എന്ത് ചെയ്തു? അരവിന്ദ് കേജ്രിവാൾ രാജിവെച്ചു. കാരണം എന്താണെന്നറിയോ?
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരിക്കലും കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താണെന്ന് ഞാൻ കൃത്യമായി പറയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാതിരുന്നതിന്റെ കാരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് BJP-യുടെ രാഷ്ട്രീയം തന്നെയാണ്. BJP-യുടെ ഹിന്ദുത്വ നരേറ്റീവ് ഞാൻ വളരെ കൃത്യമായി പറയാം. ഡൽഹി കലാപം നടന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ എവിടെയായിരുന്നു? ഞങ്ങൾ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടായി, പക്ഷേ അവിടെ ഒരിക്കലും അരവിന്ദ് കെജ്രിവാൾ ഇല്ലായിരുന്നു. അതുപോലെ ഡൽഹിയിൽ നടന്ന ഷഹീൻ ബാഗ് സമരം ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അവിടുത്തെ മുസ്ലിം സംഘടനകൾ മാത്രമായിരുന്നില്ല, ഇന്ത്യയിലെ മുഴുവൻ സിവിൽ സമൂഹം, ഇന്ത്യയിലെ മുഴുവൻ സിവിൽ സംഘടനകള്, അതുപോലെ തന്നെ ലിബറൽ കാഴ്ചപ്പാട് പുലർത്തുന്ന മതേതര ജനാധിപത്യ ചിന്തകൾ പുലർത്തുന്ന മുഴുവൻ സംഘടനകളും, ഈ പറയുന്ന ദളിത് നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ എത്രയോ ആളുകൾ ആ സമരത്തിന് പിന്തുണയുമായിട്ട് വന്നപ്പോൾ അവിടെയെങ്ങും അരവിന്ദ് കെജ്രിവാള് അവിടെയെങ്ങും ഇല്ലായിരുന്നു. ഇവിടെ നമുക്കറിയാം കൃത്യമായി തന്നെ ഇന്ത്യൻ കറൻസി നോട്ടിൽ BJP പോലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സരസ്വതി ദേവിയുടെ ചിത്രം ആലേഖനം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നരേറ്റീവുമായി നടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കാൻ പോയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്നും മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന കോൺഗ്രസിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ തനിക്ക് നഷ്ടമാണ്, തനിക്ക് തന്റെ ഹിന്ദുത്വ നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹമാണ് ഈ ചർച്ചയുടെ എല്ലാ വാതിലുകളും അടച്ചത്. കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചകളും തയ്യാറായിരുന്നു.